പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദിവ്യകാരുണ്യനാഥൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും വിടുതൽ നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ കെട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി ഈശോ അനുഗ്രഹിക്കട്ടെ. വചനം പറയല് ലൂക്ക 4:18. കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് നമ്മെ പഠിപ്പിക്കുന്ന വചനഭാഗമാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ബന്ധിതർക്കെല്ലാം മോചനം കർത്താവ് നൽകട്ടെ, അന്ധർക്കെല്ലാം കർത്താവ് കാഴ്ച നൽകട്ടെ, അടിച്ചമർത്തപ്പെട്ടവർക്കെല്ലാം കർത്താവ് സ്വാതന്ത്ര്യം നൽകട്ടെ. സർവ്വ വിപത്തുകളിൽ നിന്നും സാത്താനൊരുക്കുന്ന എല്ലാ കെണികളിൽ നിന്നും കർത്താവ് ഇന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി അനുഗ്രഹിക്കട്ടെ. 1 യോഹന്നാൻ 3:8 നമ്മൾ വായിക്കുമല്ലോ, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. കർത്താവ് ദൈവപുത്രൻ ഇന്ന് സാത്താൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിങ്ങൾക്ക് മോചനം നൽകട്ടെ. നിങ്ങളുടെ ഭയം വിട്ട് മാറട്ടെ, നിങ്ങളുടെ നിരാശ വിട്ട് മാറട്ടെ. നിങ്ങൾക്ക് ബന്ധനങ്ങളുണ്ടെങ്കിൽ, പാപബന്ധനങ്ങളിലുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിടുതൽ ലഭിക്കട്ടെ. മദ്യപാനത്തിൻ്റെ അരൂപി വിട്ടുപോകട്ടെ, വെറുപ്പിൻ്റെ അരൂപി വിട്ടുപോകട്ടെ, ശാപത്തിൻ്റെ അരൂപികൾ വിട്ടുപോകട്ടെ, പൂർവിക ശാപങ്ങളുടെ ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ എല്ലാ ജഡത്തിൻ്റെ ആസക്തികളിൽ നിന്നും വിടുതൽ ലഭിക്കട്ടെ. പൈശാചിക പീഡകൾ, മർക്കോസ് 1 പൈശാചിക പീഡകളാൽ ബന്ധിക്കപ്പെട്ടൊരു മനുഷ്യന് സിനഗോഗിൽ വെച്ച് സൗഖ്യം കൊടുത്ത കർത്താവ്, വിടുതൽ കൊടുത്ത കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകട്ടെ. മാർക്കോസ് 5 ശവകുടീരങ്ങൾക്കിടയിൽ ബന്ധിക്കപ്പെട്ട മനുഷ്യന് സൗഖ്യം നൽകിയ കർത്താവ്, വിടുതൽ നൽകിയ കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.